ഹലോ ഫ്രണ്ട്സ്, രശ്മിയാണേ. ഞാനൊരു അവിയലിൻ്റെ റെസിപ്പിയും കൊണ്ട് വന്നതാണ്. നമ്മൾ സാധാരണ പോലെ തന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് കുക്കറിലിട്ട് ചിലവർ ഇടില്ല. നമുക്ക് എളുപ്പത്തിന് കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒറ്റ വിസിൽ മതി. എന്നിട്ട് നമുക്ക് പച്ചമുളകിന് പകരം കാന്താരി ചേർക്കാം. കാന്താരി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത്യാവശ്യം എരി ഉണ്ടാവും, നല്ല ഗുണമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. അതും കുറച്ച് ജീരകം, നാളികേരം നമുക്ക് കുറച്ച് കഷ്ണം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കഷ്ണത്തിനനുസരിച്ച് നാളികേരം എടുക്കാം. അപ്പം ഇവിടെ വേണ്ടത്ര വേണ്ടു. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ട. എന്നിട്ട് ഇളക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഉരുളിയിലേക്ക് മാറ്റിയത് കുക്കറിനെ. അപ്പോൾ അരപ്പ് ചേർത്ത് പുളിക്ക് ആവശ്യമുള്ള, ചിലർക്ക് കുറച്ച് പുളി മതിയാവും, ചിലർക്ക് നല്ല പുളി വേണ്ടി വരും. പുളിക്ക് ആവശ്യമുള്ള തൈര്, കട്ട തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ലൂസി ആവില്ല. എന്നിട്ട് പുളിയും ആവശ്യത്തിന് ചേർത്ത്, ഇവിടെ അത്യാവശ്യത്തിന് വേണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടാൽ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കഷ്ണങ്ങളൊക്കെ വെന്തതല്ലേ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ആദ്യം ഇവിടെ ഇപ്പം അധികം വേണ്ട, ഏട്ടന് കുറച്ച് ഉപ്പ് മതി. അപ്പോൾ എന്നാലും പാകത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒതുക്കി കൊടുത്ത് ഞാൻ അടച്ച് വെക്കണത് കാണിച്ചിട്ടില്ല. കുറച്ച് നേരം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണ തൂളിച്ച് ഒരു കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റായിരിക്കും. ഈ പാത്രത്തിൽ ചോറിട്ട് കഴിക്കാൻ ഈ പ്രത്യേക രുചിയാണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക.